എത്ര വലിയ മുന്തിയ കാറാണെങ്കിലും അതൊന്ന് സർവീസ് ചെയ്യണം. നമ്മുടെ ജീവിതം എന്ന വാഹനം ഓടുന്ന ഒരു ലക്ഷറി കാറുണ്ട്. എന്താണ് അത്? ദാമ്പത്യ ജീവിതമാണ്. ഇതിന് പലപ്പോഴും സർവീസ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് പലപ്പോഴും ദാമ്പത്യം എന്ന വണ്ടി പലയിടത്തും സ്റ്റക്കായി പോകുന്നത്. ഇതൊരു വൈഫൈ സിഗ്നൽ പോലെയാണ്. ചിലപ്പോൾ സിഗ്നൽ കിട്ടില്ല, ചിലപ്പോൾ സിഗ്നൽ കിട്ടും. അപ്പോൾ ഇതൊന്ന് കറക്റ്റ് ചെയ്യണം നമുക്ക്. അപ്പോൾ എന്തൊക്കെ മേഖലകൾ നമുക്ക് കളക്ട് ചെയ്യേണ്ടത്? ദമ്പതികൾ തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്താൻ. പിന്നെ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കാൻ, മാനസികമായിട്ടുള്ള ഒരു അടുപ്പം വർദ്ധിപ്പിക്കാൻ, അതുപോലുള്ള പല കാര്യങ്ങളൊന്നും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പദ്ധതികൾ, കുറച്ച് നമ്മൾ റിപ്പയറിങ് ടൂൾസാണ് എന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു ടോക്ക്, ഒരു മിറർ ടോക്ക് എക്സസൈസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും തൊട്ടടുത്തിരിക്കുന്നു. അതിൽ നിങ്ങൾ അല്ലെങ്കിൽ പങ്കാളി എ, പങ്കാളി ബി, ഓക്കെ. പങ്കാളി എ ഒരു മിനിറ്റ് നേരം സംസാരിക്കുന്നു. പങ്കാളി ബി നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നു എന്നുള്ളൊരു വാക്കല്ലാതെ മറ്റൊന്നും പറയാൻ പാടില്ല, കേട്ടിരിക്കുക. പങ്കാളി എ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പങ്കാളി ബി അത് ആവർത്തിച്ച് പറയാം. ഒരു നിമിഷം, ഒരു മിനിറ്റ് ഈ എക്സസൈസ് ഒന്ന് ചെയ്യും. മനുഷ്യന്മാർ സ്നേഹം സ്വീകരിക്കുന്നത് 5 വ്യത്യസ്ത വഴികളിലൂടെയാണ്. ചിലർക്ക് വാക്കുകളിലൂടെയാണ്. ഇപ്പം നല്ലൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് അങ്ങോട്ട് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അങ്ങോട്ട് സ്നേഹം റിസീവ് ചെയ്യും. ചിലർക്ക് വേണ്ടത് ഒന്ന് സ്പർശിക്കണം. ചിലർക്ക് വേണ്ടത് നമ്മുടെ സമയം ഡെഡിക്കേറ്റ് ചെയ്യണം, സമയം. മറ്റു ചിലർക്ക് വേണ്ടത് എന്താണ്? ചില കൊച്ചു കൊച്ചു സമ്മാനങ്ങളാണ്. പിന്നെ 5ാമതായിട്ട് സ്നേഹം റിസീവ് ചെയ്യുന്നൊരു വഴിയും പരസ്പരം സഹായിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കപ്പിൾസ് ആണെങ്കിൽ പരസ്പരം നിങ്ങൾക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വഴികൾ, സ്നേഹം റിസീവ് ചെയ്യാനുള്ള 2 വഴികൾ ഒന്ന് ചൂസ് ചെയ്യാം. ഇവിടെ നല്ല വാക്ക് പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു വാക്കാണെന്ന് തോന്നുന്നു. സ്പർശമാണോ? അതെനിക്ക് വലിയ സുഖം തോന്നാറില്ല. സമയമാണോ? സമ്മാനങ്ങളാണോ? എനിക്കത് വലിയൊരു സഹായങ്ങൾ. ആ സഹായങ്ങൾ വാക്കുകളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളെ സംബന്ധിച്ചോളം ഏതാണ്? നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ സംബന്ധിച്ചോളം ഏതാണ്? ഒന്ന് അവിടെ എഴുതി വെക്കുക. ഓരോ മനുഷ്യനൊരു ലവ് ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, ഒരു എമോഷണൽ ബാങ്ക് ഡെപ്പോസിറ്റ്. ഇപ്പോൾ ഇന്ന് 2 കപ്പിൾസും തൊട്ടടുത്തിരിക്കുക. എന്നിട്ട് ഈ ലവ് ബാങ്കിലേക്ക് നമ്മൾ കുറച്ച് ഡെപ്പോസിറ്റുകൾ ഇടാൻ പോവുക. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഒരു 3 സെൻറ്റൻസ് നിങ്ങൾ എഴുതുക. നിങ്ങളുടെ പാർട്ട്ണറിൽ നിങ്ങൾ അപ്രിസിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഒന്ന് അപ്രിസിയേറ്റ് ചെയ്യുക. എന്ത് കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അപ്രിസിയേറ്റ് ചെയ്യുക? ഒരു 3 സെൻറ്റൻസ് അവിടെ എഴുതി വെക്കുക. പിന്നെ അവരിഷ്ടപ്പെടുന്ന നമ്മളുടെ ഒരു ക്വാളിറ്റി എന്താണ്? ഒന്ന് എഴുതി വെക്കുക. പിന്നെ 2 പേരും ഒരുമിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? അതിനും ഒരു 3 സെൻറ്റൻസ് അവിടെ എഴുതി വെക്കുക. ഏതൊരു ബന്ധത്തെയും തകർക്കുന്ന 3 അപകടകരമായ വസ്തുക്കളുണ്ട്. 3 C ആണത്. അതിലൊന്ന് ഏതാണ്? ക്രിറ്റിസിസം, വിമർശനം. 2 കമ്പാരിസൺ, താരതമ്യപ്പെടുത്തുക. 3 കൺട്രോൾ, നിയന്ത്രണം. ഈ ഒരു 3 വാക്കിന് പകരം അതിൻ്റെ ആൾട്ടർനേറ്റീവായിട്ടുള്ള 3 Cകൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ജീവിതം, നമ്മുടെ ബന്ധങ്ങൾ എല്ലാം ഊഷ്മളാവും. ഒന്നാമത്തത് ക്രിറ്റിസിസത്തിന് പകരം നമുക്ക് കെയർ കൊടുക്കാം, സംരക്ഷണം കൊടുക്കാം. കമ്പാരിസണത്തിന് പകരം നമുക്ക് കംഫോർട്ട് കൊടുക്കാം, ആശ്വാസം. കൺട്രോളിങ്ങിന് പകരം കോപ്പറേഷൻ അല്ലെങ്കിൽ സഹകരണം കൊടുക്കാം. ഏത് ബന്ധവും ഊഷ്മളാവും. ഏതൊരു ബന്ധത്തിലുണ്ടാകുന്ന വലിയൊരു പ്രശ്നം ആർഗ്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കോൺഫ്ലിക്റ്റ് റീസെറ്റ് ടെക്നിക്ക് ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഈ കോൺഫ്ലിക്റ്റ് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം നമുക്കൊരു കോൺഫ്ലിക്റ്റ്, ഒരു മാനസിക സംഘർഷം മാത്രമല്ല, മറ്റുള്ളവരുമായിട്ടൊരു സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ഒരു പ്രഷർ കുക്കർ പോലെയാണ്. അതിനുള്ളിൽ ഇങ്ങനെ പൊറുതിമുട്ടുമായിരിക്കും. ഇതിനൊന്ന് റിലീസ് ചെയ്യാം. അപ്പോൾ എന്തൊരു ആർഗ്യുമെൻ്റ് ഉണ്ടാകുമ്പോഴും നമുക്ക് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്താൽ മതി. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? പോസ്. ഒരു 20 സെക്കൻഡ്
ഞാൻ ബ്രേക്ക് എടുക്കുന്നു. ഒറ്റയടിക്ക് അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യരുത്. എന്നിട്ട് നമ്മളെ തലച്ചോറിനോട് സ്വയം പറയാം, റീസെറ്റ്. നമ്മൾ ഫോണൊക്കെ അങ്ങോട്ട് ഹാങ് ആയി കിടന്നാൽ എന്താ ചെയ്യുക? അത് റീസെറ്റ് ചെയ്യല്ലേ. എന്നിട്ട് ഞാൻ നിങ്ങൾക്കെതിരല്ല, ഞാൻ നിങ്ങളോടൊപ്പമാണ് എന്നുള്ള ഒരു പുതിയ അപ്ഡേഷനുമായിട്ട് മുന്നോട്ട് പോവാം. ഇത് സ്റ്റെപ്പ് 2 ആണ്. സ്റ്റെപ്പ് 3, 1 ലൈൻ നീഡ്. എനിക്കിപ്പോൾ എന്താണ് വേണ്ടത്? സ്റ്റെപ്പ് 3 നീഡ്, 1 ലൈൻ നീഡ്. വാട്ട് ഐ നീഡ് റൈറ്റ് നൗ ഈസ്. പിന്നെ അതിൻ്റെ സ്റ്റെപ്പ് 4, 1 ലൈൻ പ്രോമിസ്. ഐ വിൽ ട്രൈ ടു. ഞാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റും? നമ്മുടെ മൈൻഡിനെ ഇങ്ങനെ ട്യൂൺ ചെയ്ത് കൊണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഈ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കതിൻ്റെ സമ്മർദ്ദം ലഘൂകരിച്ച് കാം ആൻഡ് ക്വയറ്റ് ആക്കാൻ പറ്റും. ഒരു കപ്പിൾസിൻ്റെ ഇടയിൽ ശാരീരിക അടുപ്പം ഏറ്റവും പ്രധാനമാണെങ്കിലും അതിലേറെ പ്രധാനപ്പെട്ടത് മാനസിക അടുപ്പമാണ്. നമുക്ക് മാനസികമായി സുരക്ഷിതമായി തോന്നാൻ എന്താണ് നമ്മളെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നത്? ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊരു എമോഷണൽ ഇൻറ്റിമസി ഉണ്ടാക്കാൻ സഹായിക്കും. കപ്പിൾസിൻ്റെ ഇടയിൽ എപ്പോഴും ഒരു മനസ്സമാധാനം, സ്വസ്ഥത ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു വീക്കിലി ആത്മബന്ധത്തിൻ്റെ ഒരു റിച്വൽ ഉണ്ടാക്കിയെടുക്കണം, ഒരു ആചാരം ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്താൽ മതി. ആഴ്ചയിൽ ഒരു 10 മിനിറ്റ് ഒരുമിച്ചിരുന്നൊന്ന് സംസാരിക്കാൻ വേണ്ടി ഒരു ടൈം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ എന്തെങ്കിലും ഒരു പൊതുപ്രവർത്തനം ഒരുമിച്ച് ചെയ്യേണ്ട ഒരു പ്രവൃത്തി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യാം. പിന്നെ ഒരുമിച്ച് ഒരു കപ്പിൾസ് എന്തെങ്കിലും ഒരു ദയ ഉണ്ടാക്കുന്ന ഒരു കൈൻഡ്നെസ് ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി നോക്കാം. എന്തെങ്കിലും ഒരു കാരുണ്യ പ്രവർത്തനം ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കപ്പിൾസിൻ്റെ ആത്മബന്ധം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് കൂടുതൽ നൽകാനും ചില കാര്യങ്ങൾ കുറക്കാനും നമ്മൾ അവർക്ക് വാഗ്ദാനം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ അവർക്ക് അപ്രിസിയേഷൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ദിവസം ചില ഗിഫ്റ്റുകൾ കൊടുക്കുക, ഇത് കൂടുതൽ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രോമിസ് ചെയ്യാം. നിങ്ങൾ എപ്പോഴും ദേഷ്യം പിടിക്കുകയാണെങ്കിൽ ഈ ദേഷ്യം പിടിക്കുന്നത് കുറക്കാനും വാഗ്ദാനം ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നു ഈ കാര്യങ്ങൾ കൂടുതൽ നൽകും. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ എഴുതി വെക്കുക. ഇന്ന പ്രവൃത്തികൾ ഞാൻ നിങ്ങളോട് ചെയ്യുന്നത് കുറക്കുകയും ചെയ്യും. എന്തൊക്കെ പ്രവൃത്തികൾ നമ്മൾ കുറക്കും ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങളെടുത്ത് സൂക്ഷിച്ച് വെക്കുക. ഓക്കെ? എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബന്ധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ദൂരീകരിക്കാനും ആത്മബന്ധങ്ങൾ വർദ്ധിപ്പിക്കാനും ഉള്ള ശ്രമങ്ങളുണ്ടാവും.